നല്ല കാലത്തിന്റെ തമ്പുരാൻ അല്ലെങ്കിൽ കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്നറിയപ്പെട്ടിരുന്ന മദ്യരാജാവ്. പിതാവ് മദ്യബ്രാൻഡിന്റെ ഉടമ. മുത്തച്ഛൻ ധനികനായ ലഫ്റ്റനന്റ് കേണൽ. കൊൽക്കത്ത സെന്റ് സേവിയേഴ്സിൽ നിന്ന് പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ കാത്തിരുന്നത് ബിസിനസ്സിലേക്കുള്ള ചുവടുവയ്പ്. 1983 പിതാവിന്റെ മരണത്തെ തുടർന്ന് 28-ാം വയസ്സിൽ യുണൈറ്റഡ് ബിവറേജസിന്റെ തലപ്പത്തെത്തിയ വിജയ് മല്യ ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു. അധികാരത്തിന്റെ ഏത് മാളികയിലും കയറിച്ചെല്ലാവുന്ന, എല്ലാ കളികളും അറിയാവുന്ന വ്യക്തിയെന്നും വമ്പൻ സെലിബ്രിറ്റികളെയും മോഡലുകളെയും മേയ്ക്കുന്ന മാന്ത്രികനെന്നും പലരും വിജയ് മല്യയെ വിശേഷിപ്പിച്ചു. കിങ്ഫിഷർ ബിയറിന്റെ റീബ്രാൻഡിംഗിൽ നിന്നാണ് വിജയ് മല്യ എന്ന ബിസിനസ്സുകാരന്റെ കഥ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിയർ ബ്രാൻഡുകളിലൊന്നായി കിങ്ഫിഷർ മാറിയതോടെ മദ്യലോകത്തെ കിരീടം വെക്കാത്ത രാജാവായി വിലസി. പിന്നാലെ സമ്പത്ത് കുമിഞ്ഞുകൂടി. ഒപ്പം മല്യയുടെ ആഡംബരവും. 2005 കിങ്ഫിഷർ എയർലൈൻസ് എന്ന ആശയത്തിലെത്തി. പക്ഷേ വിജയ് മല്യയുടെ ആഡംബരം താങ്ങാവുന്നതിലും അപ്പുറമായതോടെ കമ്പനികളുടെ അടിത്തറയിളകി. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിലുള്ള പരാജയത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. പിന്നീട് ഡെക്കാൻ ഏവിയേഷൻ ഏറ്റെടുത്തതോടെ ധനസ്ഥിതി കൂടുതൽ വഷളായി. നഷ്ടം വർദ്ധിച്ചതോടെ പിടിച്ചു നിൽക്കാനാകാതെ വമ്പൻ വായ്പകൾ എടുക്കേണ്ടി വന്നു. തകർച്ചക്കഥ അറിയാതെ ഈ ബിസിനസ്സുകാരനെ വിശ്വസിച്ച് ബാങ്കുകൾ പണമൊഴുക്കി. പക്ഷേ വായ്പകളൊക്കെയും കമ്പനിക്ക് വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നു. ഒടുവിൽ 2012 കിങ്ഫിഷർ എയർലൈൻസ് കമ്പനിയുടെ ലൈസൻസ് നഷ്ടപ്പെട്ടു. 17 ബാങ്കുകളിൽ നിന്നുള്ള 7,000 കോടി രൂപ വായ്പയും പലിശയും അടക്കം 9,000 കോടി രൂപ തിരിച്ചടയ്ക്കാതെ വന്നതോടെ വിജയ് മല്യ രാജ്യം വിട്ടു. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ, വായ്പാ ഫണ്ട് വകമാറ്റൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി നിരവധി കേസുകളുണ്ട് ഈ വിവാദ വ്യവസായിക്കെതിരെ. ഇപ്പോൾ കേരളത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കത്തിനിൽക്കുമ്പോൾ കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് വിജയ് മല്യയുടേത്. 1998 30 കിലോയിലധികം സ്വർണം ഉപയോഗിച്ച് ശബരിമലയിലെ മേൽക്കൂരയടക്കം സ്വർണം പൊതിഞ്ഞിരുന്നു. സമർപ്പണ ചടങ്ങിന് വിജയ് മല്യ നേരിട്ടെത്തി. ശബരിമലയ്ക്ക് ഞാൻ എന്തും തരാം, സമർപ്പിക്കുന്നതിൽ നിന്ന് ഒരു തരി സ്വർണം പോലും പാഴാക്കരുത്, ബാക്കി വെക്കരുത്. കാരണം ഭഗവാൻ സമർപ്പിക്കുന്നതൊന്നും ഞാൻ തിരിച്ചു കൊണ്ടുപോവില്ല. അതാണ് എന്റെ വിശ്വാസമെന്നാണ് അയ്യപ്പ ഭക്തനായ വിജയ് മല്യ അന്ന് പറഞ്ഞ വാക്കുകൾ.